ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിന് ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസ്മിൻ്റെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻസ് മിക്കവാറും ഒരു ഒരു ഡിപ്പെൻഡ് പ്ലെയറാണ്. കാരണം ജാസ്മിന് ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് മൊത്തത്തിൽ പറഞ്ഞ് ഡീൽ ചെയ്യാൻ ജാസ്മിന് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഏതൊരു പ്രശ്നം വരികയാണെങ്കിലും അവിടെ ഗബ്രി ഇടപെടുന്നത് നമുക്ക് കാണാം, റസ്മിൻ ഇടപെടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഈ ഒരു കൊഴിഞ്ഞുപോക്ക് ജാസ്മിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ജാസ്മിൻ്റെ പ്രകടനത്തിലും നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ജാസ്മിൻ എന്തൊരു സ്വഭാവം എടുക്കുകയാണെങ്കിലും ഈ സമയത്ത് ജാസ്മിൻ അങ്ങനെ കൂടുതൽ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ ജാസ്മിന് വളരെ അധികം ഏതൊരു പ്രശ്നത്തിലും ജാസ്മിന് യാതൊരു കുലുക്കമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജാസ്മിനെ പറയാൻ പറ്റും. പക്ഷേ എന്നാൽ ഈ ഒരു സമയം വരുമ്പോൾ നമുക്ക് ജാസ്മിൻ്റെ സ്വഭാവത്തിലും എല്ലാത്തിലും ഒരു ഡൗണ് കാണുന്നുണ്ട്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ്റെ സ്വഭാവം തന്നെയാണ് അതിൻ്റെയൊക്കെ മെയിൻ കാരണങ്ങൾ. അതിൽ നമുക്കിപ്പോൾ കൂടുതൽ പറയാൻ പറ്റുന്നത്, ജാസ്മിൻ ഓരോരോ ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോയിട്ടുണ്ടായിരുന്നു. അർജുൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ശ്രീധുവിൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. സിജോയുടെ കൂടെയൊക്കെ നടന്നു. പക്ഷേ ഇവരൊക്കെ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ സ്വന്തം രീതിയിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരു വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കാർക്കും ജാസ്മിനായിട്ടുള്ള കൂട്ട് വേണ്ട, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് അവർ കണ്ടത്. അത് എല്ലാം ജാസ്മിന് ചെറിയൊരു തിരിച്ചടി വന്നു എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുരാജാവ് ഗെയിം വളരെ ഫണ്ണായിട്ട് പോകേണ്ട ഒരു ഗെയിമായിരുന്നു. ആ ഒരു ഗെയിമിനെ സീരിയസ് ആയിട്ട് നമുക്ക് കളിക്കാം, അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടൊക്കെ കൊണ്ടുപോകാം. സീരിയസ് ആയിട്ട് കളിക്കുകയാണെങ്കിലും കളിക്കാൻ ഫണ്ണായിട്ടും കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജിൻഡോ നല്ല രീതിയിൽ ആ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ജിൻഡോ പല പല ഗെയിമുകളും അതിലുള്ള ഒരു രസങ്ങളും ഒരു ഫണ്ണായിട്ട് തന്നെയാണ് ജിൻഡോ അതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ജാസ്മിൻ്റെ കയ്യിലെത്തിയപ്പോൾ ജാസ്മിന് അവൾ ആ തനി സ്വഭാവം എടുത്തു എന്നുള്ളതാണ്. ഒരു ലേശം ഏകാധിപതിക്കായിട്ട് ഉള്ള ഒരു രാജാവാകുമ്പോൾ രാജാവിൻ്റെ അപ്പുറത്തും ഒരു പരിചാരകൻ, ഇപ്പുറത്തൊരു പരിചാരകൻ, അങ്ങനെ ശ്രീധുവിനെ അഭിഷേകിനെയൊക്കെ അവിടെയൊക്കെ പിടിച്ചിരുത്തുകയും പിന്നെ മറ്റുള്ള ആൾക്കാരോട് ഓർഡർ പ്രകാരമുള്ള ജോലി ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള ഓരോരോ ഇതിലേക്കൊക്കെ വന്നപ്പോൾ അത് ചില ആൾക്കാർക്ക് ഒരു അനിഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു ആ ഒരു മത്സരത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് മൂലക്കിരുത്തണം എന്നുള്ളൊരു സ്വഭാവത്തിൽ നീങ്ങാൻ തുടങ്ങി. അത് ജാസ്മിന് ചെറിയൊരു തിരിച്ചടി. പക്ഷെ ജാസ്മിൻ ഒരിക്കലും ഇത് ഇങ്ങനെ വരുന്നൊന്നും ചിന്തിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ജാസ്മിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്വഭാവം കാരണം ഇങ്ങനെ കിട്ടിയ ഒരു സമയം അത് നല്ല രീതിയിൽ മുതലെടുത്തു. അപ്പോൾ അത് ചെറുതായിട്ട് അവൾക്കൊന്ന് ഇതായി. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സിജോ വളരെയധികം നല്ല സ്നേഹത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ദണ്ടെടുത്തിട്ട് പോകുന്ന ഒരു സീനും നമുക്ക് കാണാൻ പറ്റി. ഇതിൻ്റെ ഫലമായിട്ട് ജാസ്മിൻ അനങ്ങാൻ പറ്റാതെ. അപ്പോൾ അനങ്ങാൻ പറ്റാതായപ്പോൾ ജാസ്മിൻ ഓർഡർ ഇടുന്നു ശ്രീധുവിനോട്, അഭിഷേകിനോട്, ദണ്ട് വാങ്ങിക്കൊണ്ടുവരൂ. പക്ഷേ ഇവർ ആരും മൈൻഡ് ചെയ്യണില്ല. ഇവർ മൈൻഡ് ചെയ്തതായപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ ദേഷ്യം കൂടാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഈ 2 സാധനം കൊടുത്താൽ ജാസ്മിൻ ഫ്രീ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ മെല്ലെ അഭിഷേകിനോട് ചോദിച്ചു, നിനക്ക് വേണമെന്ന് ചോദിച്ചു. അഭിഷേക് അത് വാങ്ങിയപ്പോൾ ജാസ്മിൻ മെല്ലെ നടന്നുപോയി. അവിടെയാണ് ഇതിൻ്റെ ഈ ഒരു ഫൈറ്റ് തുടങ്ങുന്നത്. അഭിഷേകിന് ഈ മാല കൊടുത്ത സമയത്ത് ജാസ്മിൻ നടന്നുപോയി. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ്, നമ്മളെ മുടിയനും സിജോ, അഭിഷേക് എല്ലാവരും പറഞ്ഞു ഇത് റോളിനെതിരാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ബിഗ് ബോസ് അനൗൺസ് ചെയ്യാതെ ജാസ്മിൻ അനങ്ങാൻ പാടില്ല.
അത് പറഞ്ഞപ്പോൾ ജാസ്മിന് പ്രശ്നമായി. ജാസ്മിൻ അപ്പോഴാണ് ജാസ്മിൻ സായിയുടെ വിവരം എടുത്തത്. സായി ഇന്നലെ കാണിച്ചത് എങ്ങനെയായിരുന്നു? സായിനെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സായി നടക്കുന്നുണ്ടായിരുന്നു, ഓടുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിലേക്ക് എടുത്തപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ജാസ്മിൻ പറയുന്നു. അത് വളരെ കറക്റ്റാണ്. പക്ഷെ ആ സമയത്ത് വീണ്ടും ഇവൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ അനുസരിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഗെയിമിൻ്റെ റോളുകൾ ആയിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പറ്റുന്നത് വെച്ചാൽ ജാസ്മിൻ്റെ ആ ടാസ്ക് ജാസ്മിനൊന്ന് ഫണ്ണാക്കി എടുക്കാമായിരുന്നു. കാരണം ജാസ്മിന് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ജാസ്മിൻ കൊണ്ടുപോയിട്ട് ഒരു ഫണ്ണിന് പകരം അതിൻ്റെ എല്ലാ എലമെൻറ്റും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അത് ഈ വഴക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. ജാസ്മിൻ അവിടെ ഫൈറ്റിന് പകരം ജാസ്മിൻ ഒരു മൂലക്ക് പോയിരുന്ന് കരയാണ് ഉണ്ടായിരുന്നത്. കരയുകയും ശ്രീതു ആശ്വസിപ്പിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അവിടെ ശ്രീതു ആശ്വസിപ്പിക്കുമ്പോൾ അതിനിടയിൽ ജാസ്മിൻ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അത് അഭിഷേകിനും സിജോയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, മുടിയനും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ചില വഴക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ്റെ സ്വഭാവമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം മറ്റുള്ള വ്യക്തികൾ നമ്മുടെ ജിൻഡോ ആണെങ്കിലും പിന്നെ സായി ഉണ്ട്, അതേമാതിരി മുടിയനുണ്ട്, അഭിഷേക് ഉണ്ട്, ജിൻഡോ ഉണ്ട്, നോറുണ്ട്, പിന്നെ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു സ്വഭാവം ആണ് നമ്മൾ ഈ ഒരു ദേഷ്യമായിട്ട് കണക്ട് ചെയ്യുന്നത്. കാരണം ജാസ്മിന് ഒക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ദേഷ്യം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് ശ്രീതു, അർജുന് ഇവരൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫണ്ണായിട്ട് പോകേണ്ട ഒരു ഗെയിമായിരുന്നു. അതിന് ജാസ്മിൻ ഈ ഒരു ആക്ടിങ് അവിടെ എടുത്തപ്പോൾ അതിനൊരു ദേഷ്യത്തിൽ അത് കലാശിക്കുകയും ഓവറായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒക്കെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ സ്വഭാവമാണ്. ജാസ്മിൻ വാചകമടിയിൽ വളരെയധികം കൂടുതൽ ഉള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് സ്വഭാവത്തിൽ പല പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു സംസാര വിഷയം അവിടെ ഉണ്ടാകുന്നത്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും